ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 8ാമത്തെ ദശകം നോക്കാം. നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. 1ാമത്തെ ശ്ലോകം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാതിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. പദമുറിച്ച് പറയാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ഹി ആദിമേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം. ഏവം താവത് ഇപ്രകാരം പ്രാകൃത പ്രക്ഷയ അന്തേ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദിമേ ആദ്യത്തേതായ ബ്രാഹ്മകൽപ്പത്തിൽ ലബ്ധജന്മ ജന്മം ലഭിച്ച ബ്രഹ്മാവ് ഭൂയഃ വീണ്ടും ത്വത്തഃ ഏവ ഭഗവാനിൽ നിന്ന് തന്നെ വേദാൻ ആപ്യ വേദങ്ങളെ നേടിയിട്ട് സൃഷ്ടി നടത്താനുള്ള അറിവിനെ നേടിയിട്ട് പൂർവകൽപ്പ ഉപമാനം പൂർവകൽപ്പത്തിൽ ചെയ്തതുപോലെ സൃഷ്ടിം ചക്രേ സൃഷ്ടിയെ ചെയ്തു എന്ന് പറയുമ്പോൾ പൂർവകൽപ്പത്തിൽ നടത്തിയ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് ബ്രഹ്മാവിൻ്റെ ചിത്തത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ഓർമ്മിപ്പിച്ചു എന്നാണ്. പ്രാകൃത പ്രളയം അതല്ലെങ്കിൽ മഹാപ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആയുസ് തീർന്ന് ബ്രഹ്മാവ് ലയിക്കുന്ന പ്രളയം. അതിനുശേഷമുള്ള ആദ്യത്തെ കൽപ്പം ബ്രഹ്മകൽപ്പം, വീണ്ടും ജന്മം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ചിത്തത്തിൽ ഗൂഢമായിരുന്നിട്ട് തേ ബോധഃ ഭവിത അങ്ങേക്ക് സൃഷ്ടി നടത്താനുള്ള ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്ന് 7ാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതനുസരിച്ച് ആ ജ്ഞാനത്തെ ഭഗവാൻ ബ്രഹ്മാവിനെ ഓർമ്മിപ്പിച്ചു. അപ്രകാരം ബ്രഹ്മാവ് മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ഭഗവാനിൽ നിന്നും അറിവിനെ നേടിയിട്ട് പൂർവകൽപ്പത്തിൽ ചെയ്തതുപോലെ സൃഷ്ടിയെ ചെയ്തു. 2ാമത്തെ ശ്ലോകം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടേർനൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. പദമുറിച്ച് പറയാം. സഹ അയം സോയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി ചതുർയുഗസഹസ്രമിതാന്യഹാനി താവത് മിതാഃ ച താവന്മിതാശ്ച രജനീഃ ബഹുശഃ നിനായ രജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുഃ അധഃ അസ്യ സ്വസൃഷ്ടേർനൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. സഹ അയം ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രം 1000 ചതുർയുഗം മിതാനി എന്ന് പറഞ്ഞ കാലം 1000 ചതുർയുഗ കാലമാകുന്ന അഹാനി പകലുകളും താവന്മിതാഹ ച അത്ര തന്നെ രജനീം രാത്രിയും 1000 ചതുർയുഗ കാലം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി, അതാണ് പ്രളയം. ഇനി 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ ഒരു പകല്, അത് കൽപ്പം. അങ്ങനെ പകലുകളും രാത്രികളും ബഹുശഃ നിനായ പല തവണ കഴിഞ്ഞു പോയപ്പോൾ അസൗ ഇദ്ദേഹം ഈ ബ്രഹ്മാവ് സ്വസൃഷ്ടൈഹി സമം സ്വയം സൃഷ്ടിച്ച ലോകത്തോടു കൂടിയിട്ട്
ഭഗവാനെ തൊയി നിലീയ, അങ്ങയിൽ ലയിച്ചിട്ട് നിദ്രാതി ഉറങ്ങുന്നു. അതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ അസ്യ ബ്രഹ്മാവിൻ്റെ രാത്രി ആഹുഹു, രാത്രി എന്ന് ആഹുഹു അറിവുള്ളവർ പറയുന്നു. നിത്യപ്രളയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു രാത്രി. നൈമിത്തിക പ്രളയം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി 1000 ചതുർയുഗങ്ങളാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകലും അത്ര തന്നെ 1000 ചതുർയുഗങ്ങളാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിഞ്ഞ് വരുന്ന പ്രളയം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി, നൈമിത്തിക പ്രളയം. നൈമിത്തിക പ്രളയങ്ങൾ അനേകം കഴിയുമ്പോഴാണ് ഒരു പ്രാകൃത പ്രളയം. ആ പ്രാകൃത പ്രളയത്തിൽ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിഞ്ഞ് ബ്രഹ്മാവ് ലയിക്കുന്നു. അപ്പോൾ 1000 ചതുർയുഗ കാലമാകുന്ന പകലും 1000 ചതുർയുഗ കാലമാകുന്ന രാത്രിയും പലതവണ കഴിഞ്ഞു പോകുമ്പോൾ ബ്രഹ്മാവ് സ്വയം സൃഷ്ടിച്ച ലോകങ്ങളോട് കൂടിയിട്ട് ഭഗവാനിൽ ലയിച്ച് ഉറങ്ങുന്നു. അതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് അറിവുള്ളവർ പറയുന്നു. ഇനി 3-ാമത്തെ ശ്ലോകം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടി. പദമുറിച്ച് പറയാം. അസ്മാദൃശാം പുനഃ അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം സ ഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടി. സ ആ ബ്രഹ്മാവ് പുനഃ പിന്നീട് ഭവത് അങ്ങയുടെ പ്രസാദാത് അനുഗ്രഹം കൊണ്ട് അനുദിനം ദിനം പ്രതി എല്ലാ ദിവസവും അസ്മാദൃശാം നമ്മളെപ്പോലെയുള്ള ആളുകൾ അഹർമുഖ കൃത്യതുല്യം. അഹസ് എന്ന് പറയുമ്പോൾ പകല്, അഹസിൻ്റെ മുഖം, പകലിൻ്റെ മുഖം, പകലിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പ്രഭാതം. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രഭാതത്തിൽ കുളി തുടങ്ങിയ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ബ്രഹ്മാവ് സൃഷ്ടിം കരോതി, സൃഷ്ടി എന്ന കർമ്മത്തെ ചെയ്യുന്നു. പ്രാക് എന്ന് പറയുമ്പോൾ മുൻപ്, ഇതിനു മുൻപുള്ള ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം തു, ഇതിനു മുൻപുള്ള ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ ചിരഞ്ജീവികൾക്കാകട്ടെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരെല്ലാം നൈമിത്തിക പ്രളയത്തിലെ ബ്രഹ്മാവിൽ ലയിക്കും. അങ്ങനെ ലയിച്ചതായ ചിരഞ്ജീവികൾക്ക് എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയൻ മുതലായ ചിരഞ്ജീവികൾക്ക് തഥാ അഭി അപ്പോഴും അടുത്ത കൽപ്പത്തിൻ്റെ ആരംഭത്തിലും സുപ്തപ്രബോധന സമാ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായ സൃഷ്ടി അസ്തി സൃഷ്ടിക്രിയാവിശേഷം ഉണ്ട് എന്ന് പറയുമ്പോൾ ചിരഞ്ജീവികൾക്ക് അടുത്ത കൽപ്പത്തിലും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകാറുള്ളത് പോലെ തന്നെ കഴിഞ്ഞ കൽപ്പത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓർമ്മയുണ്ടാകും എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് സുപ്ത പ്രബോധന സമാ സൃഷ്ടി എന്ന് പറയുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് തുല്യമായ സൃഷ്ടി അഥവാ ജനനം. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദിവസം തോറും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓരോരുത്തരും ദിനചര്യകൾ ചെയ്യുന്നത് പോലെ ലോകസൃഷ്ടി എന്ന കർമ്മം അനുഷ്ഠിക്കുന്നു. മുൻപുള്ള ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച് നൈമിത്തിക പ്രളയം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. അങ്ങനെ ആ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച മാർക്കണ്ഡേയ മഹർഷിയെ പോലെയുള്ള ചിരഞ്ജീവികൾക്ക് അടുത്ത കൽപ്പത്തിൽ ഉറങ്ങി ഉണർന്നതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാകും. ഇനി 4-ാമത്തെ ശ്ലോകം. പഞ്ചാശദബ്ദമധുനാ സ്വഭയോർധരൂപമേകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. പദമുറിച്ച് പറയാം.
പഞ്ചാശത് അബ്ദം അധുന പഞ്ചാശദബ്ദമധുന സ്വവയോः അർദ്ധരൂപം ഏകം സ്വവയോർദ്ധരൂപമേകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ അസൗ തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവത് വിലാസാൻ. അധുന ഇപ്പോൾ അസൗ ഈ ബ്രഹ്മാവ് സ്വവയോഹോ അർദ്ധരൂപം തൻ്റെ സ്വന്തം ആയുസ്സിൻ്റെ പകുതിയായ 50 50 വർഷമാകുന്ന ഏകം പരാർദ്ധം ഒരു പരാർദ്ധം അതിവൃത്യ കടന്നുപോയിട്ട് വർത്തദേഹി വർത്തിക്കുകയാണല്ലോ, കടന്നുപോയിരിക്കുന്നു. 50 വർഷം കടന്നുപോയിരിക്കുന്നു ആയുസ്സിൻ്റെ. ഹി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വർത്തദേഹി വർത്തിക്കുകയാണല്ലോ. ഭൂമൻ സർവവ്യാപിയായ ഭഗവാനെ തത്ര അവിടെ ആ ബ്രാഹ്മകൽപ്പത്തിൽ അന്ത്യരാത്രി ജനിതാൻ അവസാന രാത്രിയിലുണ്ടായ ആ ബ്രാഹ്മകൽപ്പത്തിലെ അവസാന രാത്രിയിലുണ്ടായ ഭവദ്വിലാസാൻ അങ്ങയുടെ ലീലകളെ പശ്ചാത് പിന്നീട് അതിനുശേഷമുള്ള ദിനാവതരണേച്ച പാത്മകൽപ്പത്തിൻ്റെ ആരംഭത്തിലുള്ളതും അവതരണം എന്ന് പറഞ്ഞ തുടക്കത്തിൽ കഥയാമി ഞാൻ പറയാം. കഥയാമി എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്നർത്ഥം. എന്ന് പറയുമ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്തുണ്ടായതും രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണ് ഉണ്ടായതെന്നും ഞാൻ പറയാം. ഇപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ 50 കൊല്ലമാകുന്ന ഒരു പരാർദ്ധം കടന്നുപോയിരിക്കുകയാണ്. 50 വർഷം 50 വർഷം ബ്രഹ്മാവിന് ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു. 50 വർഷം 50 വർഷം ഇപ്പോൾ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞു എന്ന് പറയാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ പകുതിയാണ് ഒരു പരാർദ്ധം, അതായത് 50 വർഷം. ആ ബ്രാഹ്മകൽപ്പത്തിൻ്റെ അവസാന രാത്രിയിലുണ്ടായതും അടുത്ത പാത്മകൽപ്പത്തിൻ്റെ തുടക്കത്തിലുണ്ടായതുമായ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ ഞാൻ ഇപ്പോൾ പറയാം എന്ന് മേൽപ്പത്തൂർ പറയാണ്. അപ്പോൾ 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ പകലാണ്, അത്രയും കാലം രാത്രിയുമാണ്. അപ്പം അങ്ങനെ 2000 ചതുർയുഗം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ഇങ്ങനെ 365 ദിവസം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു വർഷം, അങ്ങനെ 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. കൽപ്പങ്ങൾ 3 പറയുന്നുണ്ട്. ആദികൽപ്പം, പാത്മകൽപ്പം, വരാഹകൽപ്പം. ആദികൽപ്പം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കൽപ്പം ബ്രഹ്മകൽപ്പം, ബ്രഹ്മാവുണ്ടായ ദിവസത്തെ സൃഷ്ടി. അങ്ങനെ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞപ്പോഴുണ്ടായ കൽപ്പം പാത്മകൽപ്പം. ബ്രാഹ്മകൽപ്പത്തിലെ പ്രാകൃത പ്രളയം കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണർന്നു വന്നത് ഭഗവാന്റെ നാഭിപത്മത്തിൽ നിന്നാണ്. അപ്പോൾ പത്മത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ കൽപ്പത്തിന് പാത്മകൽപ്പം എന്ന് പറയുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുസ്തദേതമേകാർണവമാസ വിശ്വം. പദമുറിച്ച് പറയാം. ദിനാവസാനേ അഥ സരോജയോനിഃ സുഷുപ്തികാമഃ ത്വയി സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തത് ഇദം ഏക അർണവം ആസ സമീയുസ്തദേതമേകാർണവമാസ വിശ്വം. അഥ അതിനുശേഷം സരോജയോനി ബ്രഹ്മാവ് ദിനാവസാനെ കൽപ്പാവസാനത്തിൽ, കൽപ്പം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകല്, അതിൻ്റെ അവസാനത്തിൽ സുഷുപ്തികാമഹ ഉറങ്ങാൻ ആഗ്രഹിച്ച് ത്വയി അങ്ങയിൽ ഭഗവാനിൽ സന്നിലില്യേ ലയിച്ചു. ജഗന്തി ലോകങ്ങൾ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം, ലോകങ്ങളെന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചതായിട്ടുള്ള സകല വസ്തുക്കളും ത്വത് ജഠരം
ഭഗവാന്റെ ഉദരത്തിലെ ഭഗവാനെ അവിടുത്തെ ഉദരത്തിൽ സമീയുഹു ച ലയിക്കുകയും ചെയ്തു. തഥാ അപ്പോൾ ഇതം വിശ്വം ഈ ലോകം ഏക അർണവം ആസ ഒരു മഹാസമുദ്രം ആയിത്തീർന്നു. അപ്പോൾ ബ്രാഹ്മകൽപ്പത്തിൻ്റെ അവസാന രാത്രിയിൽ കൽപ്പാവസാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചു. ആ സമയത്ത് ലോകങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ചു. അങ്ങനെ ഈ ലോകം ഒരു മഹാസമുദ്രമായി തീർന്നു എന്ന് പറയുമ്പോൾ ആദ്യം പഞ്ചഭൂതങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരും. ഭൂമി വെള്ളത്തിൽ ലയിക്കും, വെള്ളം അഗ്നിയിൽ ലയിക്കും, അഗ്നി വായുവിൽ ലയിക്കും, വായു ആകാശത്തിൽ ലയിക്കും, ആകാശം അഹങ്കാരത്തിൽ ലയിക്കും, അഹങ്കാരം മഹത്തത്വത്തിൽ ലയിക്കും, മഹത്തത്വം പ്രകൃതിയിൽ ലയിക്കും, പ്രകൃതി ഭഗവാനിൽ ലയിക്കും. അപ്പോൾ അങ്ങനെ ഈ ലോകം ഒരു മഹാസമുദ്രമായി തീർന്നു. ഇനി 6ാമത്തെ ശ്ലോകം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. പദം കുറിച്ച് പറയാം. തവൈവ വേഷേ ഫണിരാജി ശേഷേ ജല ഏക ശേഷേ ജലൈകശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. ഭുവനെ ലോകത്തിൽ ജല ഏക ശേഷേ ജലം മാത്രം ശേഷിച്ചപ്പോൾ ലോകം സമുദ്രമായി തീർന്നപ്പോൾ ഭഗവാനെ തവ ഏവ അങ്ങയുടെ തന്നെ വേഷേ വേറൊരു രൂപവും ഫണിരാജി നാഗരാജാവുമായ ശേഷേ ആദിശേഷനിൽ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ഇടമുറിയാത്ത ആനന്ദ സ്വരൂപനായിട്ട് യോഗനിദ്ര പരിമുദ്രിതാത്മാ യോഗനിദ്രയാൽ ലാഞ്ചിതനായി എന്ന് പറഞ്ഞ യോഗനിദ്ര എന്ന പേരോടുകൂടി ശേഷേസ്മ ശയിച്ചു. യോഗനിദ്ര എന്ന് പറയുമ്പോൾ ഉറങ്ങുകയല്ല എന്നർത്ഥം. അങ്ങനെ ലോകം മഹാസമുദ്രമായി തീർന്നപ്പോൾ അവിടുന്ന് ആദിശേഷനിൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് യോഗനിദ്രയിൽ ലാഞ്ചിതനായിട്ട് ശയിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. പദം കുറിച്ച് പറയാം. കാലാഖ്യശക്തിം പ്രളയാവസാനെ പ്രബോധയ ഇതി ആദിശത പ്രബോധയേത്യാദിശത കില ആദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിവ്രജേന തത്ര അഖില ജീവധാംന. തത്ര ആദൗ ആ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ പരിസുപ്ത ശക്തിവ്രജേന തന്നിൽ ലയിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും അഖില ജീവധാംന എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനുമായ ത്വയ അങ്ങയാൽ പ്രളയാവസാനെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ പ്രബോധയ ഉണർത്തുക ഇതി എന്ന് കാലാഖ്യശക്തിം കാലം എന്നു പേരായ ശക്തിയോട് ആദിശത ആജ്ഞാപിക്കുന്നവനായിട്ട് പ്രസുപ്തം കില നിദ്രയെ പ്രാപിച്ചുവല്ലോ. ഇപ്പോൾ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ തന്നിൽ ലയിച്ച എല്ലാ ശക്തികൾക്കും ആശ്രയമായ ഭഗവാൻ പ്രളയാവസാനത്തിൽ എന്നെ വിളിച്ചുണർത്തണം എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ രാവിലെ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലെ തന്നെ എന്നെ വിളിച്ചുണർത്തണമെന്ന് കാലശക്തിയോട് ആജ്ഞാപിച്ചിട്ട് ഭഗവാൻ നിദ്രയെ പ്രാപിച്ചു എന്നാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥാം.
പദമുറിച്ച് പറയാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തിഃ പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, ഗുരുവായൂരപ്പ, ത്വയി അവിടുന്ന് അദ്വിതീയനായിട്ട്, രണ്ടില്ലാത്തവനായിട്ട്, ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലാതാണ്. പലതാണെന്നത് ഒരു തോന്നൽ മാത്രമാണ്. ഒന്നായ നിന്നൈഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ. അങ്ങനെ ഏകനായ ഭഗവാൻ സഹസ്രം ചതുർയുഗാണാം 1000 ചതുർയുഗങ്ങള് ഏവം ഇപ്രകാരം പ്രസുപ്തെ ഉറങ്ങിയപ്പോൾ, യോഗനിദ്രയിലായപ്പോൾ, പുനഃ വീണ്ടും കാലാഖ്യശക്തി കാലമാകുന്ന ശക്തി മായ പ്രഥമ പ്രബുദ്ധ ആദ്യം ഉണർന്നിട്ട് ഗുരുവായൂരപ്പ ത്വാം അങ്ങയെ പ്രാബോധയത് കില ച ഉണർത്തുകയും ചെയ്തുവല്ലോ. അപ്പം അങ്ങനെ പ്രളയകാലം മുഴുവനും ആ കാലശക്തിയും ഭഗവാനിൽ ലയിച്ചുറങ്ങുകയായിരുന്നു. അടുത്ത കൽപ്പത്തിൻ്റെ ആദ്യത്തിൽ മായ ആദ്യം ഉണർന്നിട്ട് ഭഗവാനെ വിളിച്ചുണർത്തി. അടുത്തത് 9ാമത്തെ ശ്ലോകം. വിബുദ്ധ്യ ചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. പദമുറിച്ച് പറയാം. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, ജലമധ്യത്തിൽ യോഗനിദ്രയെ പ്രാപിച്ച വിശ്വത്തിൻ്റെ ഈശനായ ഗുരുവായൂരപ്പ, ത്വം വിബുദ്ധ്യ അവിടുന്ന് വിബുദ്ധ്യ ഉണർന്നിട്ട് അഖിലാൻ ലോകം മുഴുവനും പ്രലീനാൻ വിലോക്യ തന്നിൽ ലയത്തെ പ്രാപിച്ചതായി കണ്ടിട്ട് സൂക്ഷ്മാത്മതയ സൂക്ഷ്മരൂപത്തിൽ നിജാന്തഃ സ്വന്തം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന തേഷു ഏവ അവയിൽ തന്നെ ദൃഷ്ടിം ദദാധ ദൃഷ്ടിയെ പതിപ്പിച്ചു. യോഗനിദ്രയെ പ്രാപിച്ച ഭഗവാനെ മേൽപ്പത്തൂർ പറയുകയാണല്ലോ. യോഗനിദ്രയെ പ്രാപിച്ച ഭഗവാനെ അവിടുന്ന് യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ ലോകം മുഴുവനും അങ്ങയിൽ വിലയം പ്രാപിച്ചതായി കണ്ടിട്ട് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിലേക്ക് തന്നെ നോക്കി എന്ന് പറയണം. അപ്പോൾ ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ ലോകം മുഴുവനും ആ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിലേക്ക് ആ വസ്തുക്കളെ തന്നെ ഭഗവാൻ നോക്കി എന്ന് പറയുകയാണ്. അടുത്തത് 10ാമത്തെ ശ്ലോകം. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. പദമുറിച്ച് പറയാം. തതസ്ത്വദീയാദയി നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യ പത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അയ്യി ഗുരുവായൂരപ്പ, തതഹ പിന്നീട് ത്വദീയാത് നാഭിരന്ധ്രാത് അങ്ങയുടെ നാഭിദ്വാരത്തിൽ നിന്ന് ഭഗവാനിൽ ലയിച്ച അശേഷ പദാർത്ഥമാല മുഴുവൻ പദാർത്ഥങ്ങളുടെയും സംക്ഷേപ രൂപം ചുരുങ്ങിയ രൂപം എന്ന് പറയുമ്പോൾ സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം മൊട്ടായി തീർന്നതും ആയ
കിഞ്ചന ദിവ്യപത്മം, ഒരു ദിവ്യപത്മം, അവർണ്ണനീയവും അത്യത്ഭുതകരവുമായ താമര, ഉദഞ്ചിതം, ഉയർന്നു വന്നു, ആവിർഭവിച്ചു. അപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന വസ്തുക്കളിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി. നോക്കിയപ്പോൾ ഉള്ളിലെ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന സകല പദാർത്ഥങ്ങളും ഒരു താമരമൊട്ടായി തീർന്നു. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു ദിവ്യപത്മം മുകളിലേക്ക് ഉയർന്നു വന്നു എന്നാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ ഉദരത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ആ വസ്തുക്കൾ, ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന സകല പദാർത്ഥങ്ങളും ഒരു താമരമൊട്ടായി തീർന്നു. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു ദിവ്യപത്മം മുകളിലേക്ക് ഉയർന്നു വന്നു. ഇനി 11ാമത്തെ ശ്ലോകം. തദേദംഭോരുഹ കുട്മളം തേ കളേബരാതോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യഗൃന്ദത്. പദമുറിച്ച് പറയാം. തത് ഏതത് അംഭോരുഹ കുട്മളം, തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത് തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വധാമഭിഃ ധ്വാന്തം അലം സ്വധാമഭിർധ്വാന്തമലം ന്യഗൃന്ദത്. വിശ്വകാരണമായ ഏതത് തത്, ആ താമരമൊട്ട്, അംഭോരുഹ കുട്മളം, താമരമൊട്ട്, തേ കളേബരാത്, ഭഗവാനെ അങ്ങയുടെ ശരീരത്തിൽ നിന്ന്, തോയപദേ, ജലത്തിൽ, പ്രരൂഢം, അങ്കുരിച്ച്, ജലത്തിനെ തുളച്ച്, ബഹിഹി നിരീതം, വെള്ളത്തിൻ്റെ പുറത്തേക്ക് വന്ന്, പരിതഃ, ചുറ്റും, സ്ഫുരദ്ഭിഹി, പ്രകാശം പരത്തിക്കൊണ്ട്, ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട്, സ്വധാമപി, തൻ്റെ രശ്മികളാൽ, ധ്വാന്തം, കൂരിരുട്ടിനെ, അലം ന്യഗൃന്ദത്, മുഴുവനായും ഇല്ലാതാക്കി. സമസ്ത പദാർത്ഥങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഭഗവാന് ലയിച്ച സമയത്ത്, ആ പ്രളയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു എന്നാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്ന ആ താമരമൊട്ട് ജലത്തിനെ തുളച്ച് ജലത്തിന് പുറത്തേക്ക് ഉയർന്നു വന്നിട്ട് ആ താമരയിൽ നിന്ന് വന്ന പ്രകാശരശ്മികൾ ആ ഇരുട്ടിനെ മുഴുവനായും ദൂരീകരിച്ചു. ഇനി 12ാമത്തെ ശ്ലോകം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. പദമുറിച്ച് പറയാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഭുല്ലപത്രേ, ഇതളുകൾ വിടർന്നതും, നിതരാം, ഏറ്റവും, വിചിത്രേ, അദ്ഭുതവും, ഇതളുകൾ വിടർന്നതും അത്യദ്ഭുതവുമായ ഭവത്, അങ്ങയുടെ വീര്യധൃതേ, യോഗ ഐശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ട തസ്മിൻ സരോജെ, ആ താമരയിൽ, സ്വയം പ്രബുദ്ധ, സ്വയം പ്രകാശിച്ച, അഖില വേദരാശി, മുഴുവൻ വേദസമൂഹത്തോടു കൂടിയ, പത്മജന്മാ സഹ വിധിഹി, പത്മത്തിൽ ജനിച്ച, സ വിധി, ആ ബ്രഹ്മാവ് ആവിരാസീത്, ആവിർഭവിച്ചു. ആ താമര വിരിഞ്ഞപ്പോൾ പ്രകാശം നിറഞ്ഞ് ഇരുട്ടൊക്കെ ഇല്ലാതായി എന്നാണ്. ആ പത്മത്തിൽ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതുപോലെ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടി പ്രബുദ്ധാഖില വേദരാശി. ബ്രാഹ്മകൽപ്പത്തിലെ ഭഗവാൻ കൊടുത്ത അറിവാണ് വേദരാശി. ആ അറിവുള്ളതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ എല്ലാ അറിവുകളോടും കൂടി തന്നെ ആ പത്മത്തിൽ നിന്ന് പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഇനി 13ാമത്തെ ശ്ലോകം.
അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു. പദമുറിച്ച് പറയാം. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വം ഇത്തം ഉത്ഥാപിത പത്മയോനി ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. നനു പരാത്മൻ പരബ്രഹ്മസ്വരൂപനായ വാതാലയവാസ ഗുരുവായൂരപ്പ വിഷ്ണു അസ്മിൻ പാത്മകൽപ്പേ ഈ പത്മത്തിൽ ഉത്ഭവിച്ച ഈ കൽപ്പത്തിൽ ബ്രഹ്മാവ് പത്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ കൽപ്പത്തിൽ ഈ ദിവസത്തിൽ ബ്രഹ്മാവിൻ്റെ ഈ ദിവസത്തിൽ ഇത്തം ഇപ്രകാരം ഉത്ഥാപിത പത്മയോനി ബ്രഹ്മാവിനെ ഉണർത്തിയവനും ആവിർഭവിപ്പിച്ചവനും അനന്തഭൂമ അനന്തമായ മഹിമയോടുകൂടിയവനുമായ ഭഗവാനെ അവിടുന്ന് മമ രോഗരാശിം എൻ്റെ രോഗസമൂഹത്തെ രോഗങ്ങളുടെ കൂട്ടത്തെ എന്ന് പറയുമ്പോൾ ശരീരത്തിലുള്ള വാതരോഗത്തെയും മനസ്സിലുള്ള രാഗദ്വേഷാദികളെയും നിരുന്തി ഇല്ലാതാക്കിയാലും. ഇവിടെ മേൽപ്പത്തൂര് പറയാൻ ഭഗവാനെ നാഭിയിൽ നിന്നും ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചതുപോലെ തന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചതുപോലെ തന്നെ അനന്തമായ മഹിമകളോടുകൂടിയവനുമായ അവിടുത്തേക്ക് എൻ്റെ ഈ രോഗം മാറ്റുക എന്നത് എത്ര നിസ്സാരമാണ്. അതുകൊണ്ട് എൻ്റെ വാതരോഗത്തെ പോലെ തന്നെ മനസ്സിൻ്റെ രാഗദ്വേഷാദികളെയെല്ലാം അകറ്റി മനസ്സിനെയും നിർമ്മലമാക്കി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി 7ാമത്തെ ദശകം സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.